2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. 2021 ഒക്ടോബർ 4 നമ്മൾ ചാനൽ തുടങ്ങിയത്. ഇന്ന് ഇത് ഒക്ടോബർ 12 നമസ്കാരം. ഇത് കെന്ന ഷോയല്ല. ആൻഡ് വെൽക്കം ടു കെന്ന ഷാൽബിൻ ലൈഫ് ടൈം. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ്. അതിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും, പഴയ സ്റ്റാഫും ഇപ്പോഴത്തെ സ്റ്റാഫ് എല്ലാവരുമായിട്ട് 2 മില്യൺ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. പറവൂർ വെച്ച് ഒരു മുസിറി സൈലൻറ്റിൽ വെച്ചാണ് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് രമ്യ ചേച്ചിയാണ് ഹോസ്റ്റ്. അതിൻ്റെ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കേട്ടിട്ട് പോയി ഇൻ ബിറ്റ്വീൻ ഞാനും നിങ്ങളോട് കഥ പറയുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാനും റിസ്വാനയൊക്കെ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബഹളാട്ടോ, കാരണം എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂഡായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് നമുക്ക് ഷെഫ് നളൻ ഉണ്ട്, രഞ്ജിനി ചേച്ചി, ആൻഡ് നമ്മുടെ സ്വന്തം അഭിലാഷ് ചേട്ടൻ. എന്തിനും എവിടെയും നമ്മുടെ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും അഭിലാഷ് ചേട്ടൻ വരുന്നതായിരിക്കും. ഫുൾ ഓൺ എനർജി പ്രോഗ്രാമായിരുന്നു കേട്ടോ. ആൻഡ് നല്ലൊരു വൈബായിരുന്നു. ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു 2 മില്യൺ സെലിബ്രേഷനൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇനാഗ്രൽ സെറമണിയിലേക്കാണ് പോകുന്നത്. ക്യാൻറ്റീനെല്ലാം കത്തിച്ച് അങ്ങനത്തെ ഒരു സെലിബ്രേഷനിലേക്കാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലും കൂടുതൽ ആൾക്കാർ മൈൽ സ്റ്റോൺ ഫാമിലിയോട് കൂടി അസോസിയേറ്റ് ചെയ്തവരുണ്ടായിരുന്നു. അവരെ വരാത്തവരെയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു. പക്ഷേ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യം ഭദ്രദീപം കൊളുത്തി ഇന്നത്തെ ഈ ഒരു ഈവനിങ് നമുക്ക് ആരംഭിക്കാം. ഷാൽബിൻ, നമുക്ക് വിളക്ക് കൊളുത്താം. ഹലോ, നമസ്കാരം. ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു ഫ്രണ്ട്ലി നമ്മുടെ മീറ്റപ്പാണ്. ലൈക്ക് നമ്മളൊരു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. 2021 ഒക്ടോബർ 4 നമ്മൾ ചാനൽ തുടങ്ങിയത്. ഇന്ന് ഇത് ഒക്ടോബർ 12 ഒരു 4 കൊല്ലം കഴിയുമ്പോൾ നമ്മളൊരു 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു വലിയ അച്ചീവ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലമല്ലായിരുന്നു, അതും കഴിഞ്ഞ കൊല്ലമായിരുന്നു നമ്മൾ 1 മില്യൺ. ഒരു 1 ഇയർ കൊണ്ട് നമ്മൾ 1 മില്യനൂടെ അച്ചീവ് ചെയ്തു. അപ്പം ഒരിക്കലും എൻ്റെ മാത്രം വിജയമല്ലാന്ന് അറിയാം. നമ്മളെ ഇത്രയും ഒരു ടീം ഇത് എനിക്കൊന്നും ഇപ്പം തന്നെ ഒരുപാട് സ്റ്റാഫ് വന്നു പോയിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു വിജയമാണ്. സോ എൻ്റെ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവർക്കും, വരാൻ സാധിക്കാത്തവർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സോ നമുക്ക് ഈ പരിപാടി ഐശ്വര്യത്തോടെ തുടങ്ങാം. ബേസിക്കലി ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇതൊക്കെ ആരെങ്കിലും കാണണം അല്ലെങ്കിൽ വ്യൂസ് കിട്ടണം അങ്ങനെയൊന്നും കരുതിയല്ല കേട്ടോ. കാരണം നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ 2 മില്യൺ സെലിബ്രേഷൻ അതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അത് എനിക്ക് കാണാൻ വേണ്ടിയും എനിക്കൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാൻ ഈ വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് കാണണമെന്ന് തോന്നിയാൽ എൻ്റെ ചാനലിൽ കയറി എനിക്ക് കാണാമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ, വേറെ ഒന്നിനു വേണ്ടിയല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായി ഇങ്ങനെ ഒരു എഡിറ്റിങ്ങും ഇങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു 2 മില്യൺ സെലിബ്രേഷൻ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചത്. ആൻഡ് വി ആർ സോ ഹാപ്പി. അങ്ങനെ തിരിയെല്ലാം കൊളുത്തി എന്താ പറയുക അനുഗ്രഹത്തോടെ ഞങ്ങൾ ആരംഭിച്ചു. ആൻഡ് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഇത് നളൻ ചേട്ടനാണ്. ആൻഡ് അഭിലാഷ് ചേട്ടൻ ഫാമിലിയുടെ ഒരു അംഗമാണല്ലോ. എൻ്റെ ഫാമിലിയാണ്. കാരണം നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഞാൻ വരാറുണ്ട്. അത് എത്ര തിരക്കിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആൻഡ് ഇത് നമ്മളൊരു മൈൽ സ്റ്റോൺ ടെലിവിഷൻ അവാർഡ് നടത്തിയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, ഈ ഒരു ആക്ടറിന്. അപ്പോൾ അതിന് പകരം നമ്മുടെ ഈ ഒരു 2 മില്യൺ സെലിബ്രേഷന് വന്നപ്പോൾ നമ്മൾ ആ ഒരു മൊമെൻറ്റോ അഭിലാഷത്തിന് കൊടുക്കുകയാണ്. ആൻഡ് ഇത് ബിൽറ്റ രമ്യ ചേച്ചിയൊക്കെ ആയിട്ട് സം ഫൺ കോൺവെർസേഷൻ, ബിൽറ്റയ്ക്കുള്ള ഗോൾഡൻ അച്ചീവ്മെൻറ്റ്സ്, ഫൺ ഗെയിംസ് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ സീനിയർ ക്യാമറമാൻ വിജിത്ത്, കുറേ പേരുടെ ഇങ്ങനെ അവാർഡ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ അച്ചീവ്മെൻറ്റ് അവാർഡ്സ് നമ്മുടെ
ഉള്ള സ്റ്റാഫിനും പോയ സ്റ്റാഫിനും ഒക്കെ നമ്മളൊരു സ്നേഹാദരവ് കൊടുക്കുന്ന ഒരു വേദിയാണ്. ഞാൻ ഭാഗമാണ്, ഇനി അങ്ങോട്ട് ഭാഗമാവാൻ പറ്റട്ടെ എന്ന് വിചാരിക്കണു. പിന്നെ അടിപൊളിയാണ് മൊത്തത്തില്. അല്ലടാ ആർക്കോ പണി കൊടുക്കാൻ പോവാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ അവർക്കൊക്കെ കുറച്ച് ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പണികളാണ് ഈ ലോട്ട് എടുക്കുക, എന്നിട്ട് വായിക്കുക, എന്നിട്ട് ആരെയാണോ തോന്നുന്നത് അവരുടെ പേര് പറയാണ്ട് അവർ സ്റ്റേജിലേക്ക് വരുത്തിക്കുക. നല്ല രസമായിരുന്നു ടോട്ടലി മൊത്തത്തിൽ. ഇവരെ കാണുമ്പോൾ രണ്ട് കൊടുക്കാൻ തോന്നും. ആൻഡ് ഇത് നമുക്കൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. തലേദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊഴുക്കട്ട 3 ടീംസായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ടീം വാരിയസ്, ടീം 2-3 പേരുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ കൊഴുക്കട്ട കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ കൊഴുക്കട്ട ഉണ്ടാക്കണം, ജഡ്ജസിന് സമർപ്പിക്കണം. എന്നിട്ട് അവർ ആരാണ് ഫസ്റ്റ് എന്നൊക്കെ പറയും. ഭയങ്കര അടിയൊക്കെ ആയിട്ട് ഭയങ്കര അലമ്പായിരുന്നു. ചേച്ചിയുടെ ടീമിന് കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വൺ ഓഫ് ദ ടീം ലീഡർ ആയിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ അതിൻ്റെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത് നമ്മുടെ ബിൽറ്റാണ്. ബിൽറ്റ് അടുത്ത ടീമിനെ സമർപ്പിക്കുന്നു. ആൻഡ് ഇതിന് ശേഷം വീണ്ടും നമ്മൾ അവാർഡ് നൈറ്റ്സ് ഒക്കെ തുടരുക കേട്ടോ. ഇപ്പം ഞാൻ ഇനി വെക്കാൻ പോകുന്ന ഒരു ഓഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഗദ്ദാഫി ചേട്ടൻ പറയുന്ന ഒരു ഓഡിയോ ആട്ടോ. ചോദിക്കുന്നുള്ളൂ ഇപ്പോഴും അതൊരു ഈ പറയുന്ന പോലെ ഒരേ സമയം എൻ്റെ ഒരു പോരായ്മയാണ്, പക്ഷെ അതേസമയം എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം ഒരു വർഷം കഷ്ടിച്ച് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ യാത്ര ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിന്. ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. എന്നെ സീരിയൽ ആക്ച്വലി അവർ വിളിക്കുന്നതും മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ്. എല്ലാവരുടെയും മുന്നിൽ നിർത്തി ഞാൻ പറയാം, ഞാൻ ജോയിൻ ചെയ്ത് 2ാമത്തെ മാസമാണ്. ഞാനപ്പോൾ ഷാൽവിൻ ഇങ്ങനെ ചോദിച്ചു സാലറി ഹൈക്ക് ഉണ്ടോ നിനക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, എടാ എനിക്ക് വേണ്ട എന്ന് ആദ്യം പറഞ്ഞത്. കാരണം ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു കടപ്പാട് തീർച്ചയായിട്ടും ഷാൽവിനോടുണ്ട്, അപ്പൂസിനോടുണ്ട്, ഇവിടുത്തെ എല്ലാ ക്രൂ മെമ്പേഴ്സ്. ഈ പറഞ്ഞ നമ്മളൊരു ഫാമിലി പോലെ എനിക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ വന്ന് പ്രോഗ്രാം ചെയ്തു പോയ ഒരു സ്പേസ് ആയിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. സോ ഓരോരുത്തരും ഇങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് നമ്മുടെ ചാനലിനെ പറ്റി, പാപ്പനെ പറ്റി, എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്തിനൊരു താങ്ങും തണലായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നു, അതിനൊരു ഭാഗമാകാൻ പാപ്പനെ പറ്റുന്നു എന്നൊക്കെ അറിയുമ്പോൾ ആസ് ഒരു വൈഫ് എന്ന നില ഐ എം സോ പ്രൗഡ്. ആൻഡ് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഫണ്ണി ആയിട്ടുള്ള പാട്ടാണ് ഇവിടെ നടക്കുന്നത്. കോമഡി ആക്കി കളഞ്ഞു ഇവർ. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചിരിയാണ്. അവിടെയുള്ള എല്ലാവരും ചിരിപ്പിച്ച് ഒരു വഴിയാക്കിയിട്ടാണ് കണ്ടത്. ഇത് ശാന്തനു നല്ല അടിപൊളിയായിട്ട്, ഇതൊക്കെ ഒരു കോമ്പറ്റീഷനാട്ടോ. പാട്ട് പറയുന്ന ഒരു പാട്ട് ഏറ്റവും നന്നായിട്ട് പാടുന്ന ഏത് ടീമാണെന്നൊക്കെ നോക്കാൻ ഞാൻ ശാന്തനു നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടോ. ഞങ്ങളുടെ ടീമും പാടി, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ആ ടൈമിൽ ഞാൻ സ്റ്റേജിലായിരുന്നു. ആൻഡ് ഇതിന് ഫസ്റ്റ് കിട്ടിയത് ശാന്തനുവിനാട്ടോ. കാരണം ശാന്തനു മാത്രമല്ല, കുറച്ചെങ്കിലും വൃത്തിക്ക് പാടിയുള്ളൂ. അത് നിങ്ങൾ കേട്ടിട്ട് വായോ. അങ്ങനെ ശാന്തനു പാട്ടുപാടി തകർത്തു. ആൻഡ് ഇത് നമ്മുടെ സ്വന്തം അർഷ്ലാൻ കുട്ടനാണ്. നമ്മുടെ എന്ത് പരിപാടി ഉണ്ടോ അവിടെ അർഷ്ലാൻ ഉണ്ടാവും. അർഷ്ലാനില്ലാതെ ഒരു പരിപാടിയില്ല. ആൻഡ് അർഷ്ലാനും റോഹൻ ചേട്ടനും ഉണ്ട്. റോഹൻ ചേട്ടനാണ് അർഷ്ലാന് ഒരു മൊമെൻറ്റോ കൊടുത്തത്. ആൻഡ് ഇവരുടെ ഒരു ഫാഷൻ, ഒരു റാമ്പ് വാക്കാണ് ഇപ്പോൾ കാണുന്നത്. അർഷ്ലാൻ കുട്ടി തകർത്ത് പോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇവനെ ആലോചിക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. കാരണം അടിപൊളി കഴിവുള്ള കേട്ടോ നമ്മുടെ ഈ കുട്ടന്. കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇവനെ കാണുമ്പോൾ ഞാൻ തന്നെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല അടിപൊളിയായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ആ ഓഡിയൻസിനൊക്കെ ഒരു എനർജി ബോംബാക്കി മാറ്റിയത് അവനാട്ടോ. അതിനുശേഷം അർഷ്ലാൻ്റെ ഈ ഒരു ഫാഷൻ ഷോയ്ക്ക് ശേഷം ഒരു കുട്ടി സ്റ്റാർ വരികയാണ്, നമ്മുടെ ഇവരും പ്രിയപ്പെട്ട മാളൂട്ടി. എൻ്റെ തിരുമ്പ് ഇവർ രണ്ടുപേരും ആ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ ഒരു എനർജി, നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഒരു രക്ഷയില്ലായിരുന്നു.
ആൻഡ് മാളൂട്ടി നമുക്കൊക്കെ വേണ്ടി ഒരു പാട്ടൊക്കെ പാടി തന്നു. നമ്മളെല്ലാവരെയും കയ്യിലെടുത്തു കേട്ടോ മാളൂട്ടി. നമ്മുടെ സ്വന്തം മാളൂട്ടി ആൻഡ് അർഷ്ലാൻകുട്ടി സ്റ്റേജ് തകർത്തു. ഇപ്പൊ എത്ര നാളായി നമ്മുടെ ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ടല്ലേ? നിറഞ്ഞു പൂപ്പോലെ നീ വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളക്കാലം. ഇത് കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഫസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലമ്പുണ്ടാക്കുകയാണ്. നളൻ ചേട്ടനാണ് റിസൾട്ട് പറഞ്ഞത്. പക്ഷേ രമ്യ ചേച്ചിയുടെ ടീമാട്ടോ ഫസ്റ്റ് കിട്ടിയത്. അതിൻ്റെ നല്ല സങ്കടം ഞങ്ങൾക്കുണ്ട്. ആൻഡ് നെക്സ്റ്റ് വീണ്ടും അവാർഡ് നമ്മുടെ നമ്മുടെ സ്വന്തം ചോട്ടയ്ക്കുള്ള ഒരു അവാർഡാണ്. ചോട്ടനെ കൊണ്ട് 2 വാക്കൊക്കെ സംസാരിക്കും. ചോട്ടൻ ഇങ്ങനെ വിറച്ചിട്ടേ ഇരിക്കണം. ദൈവം എന്നെ വിളിക്കരുതേ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, ചോട്ട ആ സമയത്ത് നല്ല അടിപൊളിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നല്ല എനിക്കിത് ക്യാപ്ചർ ചെയ്യണം എന്ന് തോന്നി. കാരണം പാപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതാണ് അതിന്റെ മെയിൻ കാരണം. ഞങ്ങൾ 8ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് തൊട്ട് +2 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും എന്റെ ബ്രദറാണ്. അതിന്റെ അപ്പുറത്ത് വരൊന്നും നേരില്ല. അപ്പൊ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല എന്ന് പറയാൻ. സോ എബിന്റെ വാക്കുകളിലേക്ക് പോകാം. എബിൻ, എനിക്കും ബ്രദറിനെ പോലെ തന്നെ. ഇത് ഭയങ്കര ശ്രദ്ധയായിരുന്നു കേട്ടോ ചോട്ട ഈ പറഞ്ഞത്. 10ാം ക്ലാസ് തൊട്ട് എനിക്കൊരു വരുമാനം ഇവൻ തരുന്നുണ്ട്. ഇന്ന് വരെ ഒരു 10 വർഷമായിട്ട് ഇവൻ ഇവിടെ നിൽക്കാൻ ആക്ഷൻസ് ഒക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താഴെ പോകാറുണ്ട്. എത്ര വീഡിയോസാ കാണുന്നത്. ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ ചില എന്നുള്ള വർത്തമാനം ഇതൊക്കെ ഫുൾ കാണില്ലേ ഇരുന്ന്. ശരിക്കും വട്ടുപിടിക്കില്ലേ പലപ്പോഴും? 1.5 മണിക്കൂറൊക്കെ അല്ല എല്ലാരും എന്നാ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെന്ന് പറ. എന്നെയാന്ന് പറ. എന്നോട് പറ. എന്നെയാണ് ഇഷ്ടം. എന്നോട് ചോദിച്ചപ്പോ സമയമുണ്ടാവും. അതിലെന്റെ ഷോ അല്ലേ? അതിലെന്റെ ഷോ അല്ലേ? ആ പാച്ചേരി അങ്ങനെയല്ലേ? ചേച്ചിനെ പറടാ. എന്റെ പേര് ഇവരുടെ ആ ഒരു മനപ്പൊരുത്തം ഇന്ന് തന്നെ നമുക്ക് കാണുന്നത്. കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്നവരെല്ലാം ഇന്ന് ഗ്രീൻ കളർ ഡ്രസ് ഇട്ട് തന്നെ എത്തിയിരിക്കുന്നത്. അതാണ് അവരുടെ മനപ്പൊരുത്തം. എന്റെ FB നോക്കുകയാണെങ്കിൽ എന്റെ ബോട്ടിൽ ബ്രദർ നോക്കിയാൽ കാണാം. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിലും പറയാനില്ല. കാരണം ഇത് CA ആണ്. അപ്പൊ അവന്റെ ഒരു ബ്രദറായതുകൊണ്ട് മാത്രമല്ല. അപ്പം CA ഉള്ള ഒരാൾക്കല്ലാതെ ഇത്രയും വലിയൊരു കമ്പനി ഏൽപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. സോ അതാണ് ഇപ്പം ഇവന് ഇത്രയും വലിയൊരു CA ആയതുകൊണ്ട് ഇവനും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കമ്പനി ആയിട്ട് നമ്മുടെ കമ്പനി ഉള്ളതും എനിക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എഡ്വിനും പാപ്പനും ചോട്ടയൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. കാരണം അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇയേഴ്സത്തെ ബോണ്ടിങ് ആണ്. പാപ്പൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ബ്രദേഴ്സിനെ പോലെയാണ് പാപ്പൻ അവരെ 2 പേരെയും കാണുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഇവർ 3 പേരെ സ്റ്റേജിൽ കാണുക, ഇവർക്ക് പാപ്പൻ മൊമെൻ്റ് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അതെല്ലാം. ഓക്കെ, എനിവേ താങ്ക് യു. നിങ്ങളുടെ ഈ ഒരു ബ്രദർലി റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് ഫുൾ ടൈം ഇങ്ങനെ തന്നെ നിങ്ങൾ 3 പേരും തമ്മിലുള്ള റിലേഷൻ
ജനറേഷൻ ഇനിയും ഇതേപോലെ തന്നെ നല്ല ഹെൽത്തി ആൻഡ് ഫ്രൂട്ട്ഫുൾ നൈസ് ഇതായിട്ട് തന്നെ പോട്ടെ എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് രമ്യ ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. രമ്യ ചേച്ചിക്ക് അവാർഡ് കൊടുക്കാനായിട്ട് സജിത ചേച്ചിയായിരുന്നു വന്നിരിക്കുന്നത്. അത് രമ്യ ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ആട്ടോ ഇത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൈൽസ്റ്റോൺ. താങ്ക് യു സോ മച്ച് രമ്യ ചേച്ചി. ആൻഡ് എന്തായാലും ഈ ഒരു സന്തോഷ വേദിയിൽ എനിക്ക് ഷാൽബൻ ചേട്ടാ കുഡ് യു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഷോ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഷോ അല്ലേ ചേച്ചി? എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഷോ തന്നെയാണ്. അപ്പൊ ഷാൽബൻ ചേട്ടനോട് തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് രമ്യ ചേച്ചിനെ പറ്റി ഒരു 2 വാക്ക്. ഇതൊരു ക്ലീശയാണ്. ചേച്ചി സംഭവമാണ്. ഇല്ല, ചേച്ചി ഭയങ്കര ഈസി ടു ഹാൻഡിലാണ്. കാരണം ഒരു 2 കൊല്ലമായി. അതിനുശേഷം സജിത ചേച്ചി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രസൻറ്റ് ചെയ്തു കേട്ടോ. ഹൈ ഓൺ എനർജി ആയിരുന്നു. നമ്മളെല്ലാവരും ആ ഡാൻസ് കണ്ടതിന് ശേഷം കുറച്ചും കൂടെ എന്താ പറയുക ഉണർന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. നെക്സ്റ്റ് വീണ്ടും നമ്മുടെ സ്റ്റാഫുകൾക്കുള്ള മൊമെൻറ്റോ പ്രസൻറ്റേഷൻ ആയിരുന്നു. അവരുടെ മെമ്മറീസ്, നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആയിട്ടുള്ള ജേർണി ഉണ്ടായിരുന്നു. ഓരോരുത്തരും പറയുന്നതാണ്. താങ്ക് യു. ഇനി നമുക്ക് മെമന്റോ സമ്മാനിക്കാം. സജിത പ്ലീസ്. ഒരു സ്പേസ് ഉണ്ടായിട്ടും അവൾ ആ ജോലിയിലേക്ക് പോലും പോവാതെ ആങ്കറിംഗിലേക്ക് ഓടി എത്തിയിരിക്കുന്ന ദുർഗ. ഓടി വരൂ ദുർഗ. നമ്മുടെ ഇവിടുന്ന് ഒരു വിളി എത്തിക്കഴിഞ്ഞാൽ ഓടി എത്തി. ഇന്നും അതെ ഓടി എത്തിയിരിക്കുകയാണ് നമ്മളുടെ കൂടെ എപ്പോഴും. പിന്നെ ഇത് നമ്മുടെ എഡിറ്റേഴ്സിനുള്ള ഒരു കുട്ടി ടാസ്ക് ഒക്കെ ആയിരുന്നു. നമ്മുടെ എഡിറ്റിംഗ് ടീമാട്ടോ ഇവരൊക്കെ. പ്രോഗ്രാം പ്രൊഡക്ഷൻ കോർഡിനേറ്റർ മാത്രമൊന്നുമല്ല, എന്തിനധികം ഇപ്പൊ എന്റെ കൂടെ ഒരു കോമ്പറ്റീറ്റർ ആണ്. ഞങ്ങളുടെ ആങ്കർ കൂടെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. എന്ത് ടാസ്ക് കൊടുത്താലും ഡാൻസ് ചെയ്യും, കവിത എഴുതും, പടം വരയ്ക്കും, ഇതെല്ലാം ചെയ്യും. അച്യുതനുണ്ടി മിടുക്കനാണ് അച്യുതനുണ്ടി. യെസ് യെസ്. ശാന്തനുവിന്റെ 2 വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് മോനെ മൈൽസ്റ്റോൺ? ഞങ്ങൾ എല്ലാരും അടിപൊളിയല്ലേ? അത് അതെ മൈക്ക് ചേർത്ത് വെച്ചാ മൈക്ക് ചേർത്ത് വെച്ചു പറ. ജസ്റ്റ് വർക്ക് ചെയ്യാം, അത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രോഗ്രാംസ് ആണെങ്കിലും. ആൻഡ് ഇത് നമ്മുടെ സ്വന്തം ഞങ്ങളുടെ മൈൽസ്റ്റോണിൻ്റെ സ്വന്തം അപ്പൂസേട്ടനാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ്. ആൻഡ് അപ്പൂസേട്ടൻ ഇന്നത്തെ ഫംഗ്ഷനെ പറ്റി ജേർണിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതാട്ടോ. ഭയങ്കര ഹെഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടിരിക്കാൻ. അപ്പൂസേട്ടൻ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമായിരുന്നു. അതിനുശേഷം 2 മില്യൺ ആണ്. ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എൻ്റയർ ഫാമിലി. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ വെൻഡേഴ്സ്, നമ്മുടെ ഇവന്റ് ടീം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് പാർട്ട്നേഴ്സ്, നമ്മുടെ സ്പോൺസേഴ്സ് ടീം, സിനിമാക്കാർക്കും ടെലിവിഷൻ ആൾക്കാർക്കും ഒക്കെ അറിയപ്പെടുന്ന അവരൊക്കെ പരിചയമുള്ള ഒരാളായിട്ട് മാറിയത് ഷാൽബിൻ കാരനാണ്. ബിക്കോസ് ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന വലിയ കോണ്ടാക്റ്റുകളോ വലിയ ഹോൾഡോ ബന്ധങ്ങളോ പവറോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് നേടിയിട്ടുള്ള ഫിനാൻസ് ആണെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് പ്രൊഫഷണലിൽ വന്നിട്ടുള്ള എല്ലാ കരിയർ സക്സസും ഷാൽബിൻ വിനയൻ. അതിന് നിങ്ങളെന്താ കൈയടിക്കാത്തത്? അതല്ലേ കൈയടിക്കുന്നത്. കാരണം എന്താ പറയുക, മനസ്സറിഞ്ഞ് നമ്മുടെ ഒരാളോട് ഭയങ്കര ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു ബോസിനെ ലൈഫിൽ കിട്ടിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഈ 12 വർഷത്തെ ഏറ്റവും നല്ല ഏറ്റവും മികച്ച ബോസ് ഷാൽബിൻ വിനയൻ എന്ന് പറയുന്ന ഈ 27 വയസ്സുകാരനാണ്. എനിക്കിപ്പോൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ സങ്കടം. ഒബ്വിയസ്ലി ഫീലിംഗ് പ്രൗഡ്. ലൈക്ക് എന്താ പറയുക, തുടങ്ങുമ്പം ഒരിക്കലും
ഇത്രയും വലിയൊരു ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ മൈക്കും പിടിച്ച് നിൽക്കാൻ പറ്റും. ചാനൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ക്യാപ്റ്റൻ മൈ ഹസ്ബൻഡ് പാപ്പൻ്റെ വക ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്പീച്ച് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാപ്പൻ ഓരോരുത്തരെ കുറിച്ച് പറയുന്നതും പിന്നെ എന്നെ പറ്റി പറഞ്ഞതും കേൾക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഐ എം സോ ഹാപ്പി. ഇന്ന് 4 കൊല്ലം കൊണ്ട് 2 million സബ്സ്ക്രൈബേഴ്സ് ആൻഡ് സ്റ്റിൽ ഗ്രോയിങ് ഈ ഒരു സ്റ്റേജിലെത്തുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഈ ഷോപ്പിനോട്. കാരണം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ്. സോ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്പെഷ്യലി മൈ വൈഫ് എൻ്റെ ഷോസും ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുള്ളത് എന്നേക്കും ഒരു വലിയ അപ്ലോസ്. ക്യാമറ ടീം വലിയൊരു പാട്ടായിരുന്നു. എനിക്ക് എൻ്റെ കമ്പനീൻ്റെ ഭാഗത്തോ അങ്ങനെയായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. ബട്ട് കീപ് കണക്റ്റഡ്. ഒരു രീതിയിലുള്ളൊരു വിഷമങ്ങളോ വിരോധങ്ങളോ വെക്കേണ്ട ആവശ്യമില്ല. ഓൾ ദ പാർട്ട് ഓഫ് ലൈഫ്, അത്രയേ ഉള്ളൂ. സോ കീപ് ഓൺ മൂവ്. ഫൈനലി നമ്മുടെ 2 million സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സ്പെഷ്യലി മൈ വൈഫ് എൻ്റെ ഷോസും ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുള്ളത് എന്നേക്കും ഒരു വലിയ അപ്ലോസ്. ക്യാമറ ടീം പ്രണവ് വലിയൊരു പാട്ടായിരുന്നു.